10ാം ക്ലാസ് റേറ്റിലെ 6ാമത്തെ ചാപ്റ്റർ റോബോട്ടിക് കിറ്റ് വേണം, അതേപോലെ പിക്ടോ ബ്ലോക്സ്, അതിനകത്തുള്ള ബ്ലോക്ക് കോഡിങ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്നൊരു തോന്നലുണ്ടോ? എന്നാൽ പ്രാക്ടിക്കലിൽ നമുക്ക് 7 മാർക്ക് വേണ്ടേ? നമുക്ക് ആ 7 മാർക്ക് സെറ്റ് ആക്കിയാലോ? കുറച്ച് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ച് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ 7 മാർക്ക് ഇത് ഇപ്പം തന്നെ നമുക്ക് സെറ്റ് ആക്കാം. റെഡിയാണെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പ്രാക്ടിക്കൽ നമുക്ക് പഠിച്ച് റെഡിയാക്കി എടുക്കാം. വീഡിയോയിലേക്ക് ഈ ഒരു ചോദ്യം നോക്കി നോക്കാം. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അതിനാവശ്യമായിട്ടുള്ള ഒരു കോഡ് തന്നിട്ടുണ്ട്. ചോദ്യം എന്ന് പറയുന്നത് എ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് പിക്ടോ ബ്ലോക്സ് കോഡ് ഫോർ എ വാർണിംഗ് അലാം ദാറ്റ് പ്രൊഡ്യൂസസ് എ ബസർ ബീപ് സൗണ്ട് അറ്റ് എ 1 second ഇന്റർവെൽ ആർ ഗിവൺ ബിലോ. ഒരു സെക്കൻഡ് ഇടവേളയിൽ ബസർ ബീപ് ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്ന ഒരു വാർണിംഗ് അലാറത്തിന്റെ സർക്യൂട്ട് ഡയഗ്രവും പിക്ടോ ബ്ലോക്സ് കോഡുമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഡയഗ്രത്തിലെ ഘടകങ്ങളെ ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിച്ച് പിക്ടോ ബ്ലോക്സിൽ കോഡ് തയ്യാറാക്കി ഉപകരണം പ്രവർത്തിപ്പിക്കുക. Using the components shown in the diagram, build the circuit and prepare the code in PictoBlocks to operate the device. Okay. Modify the code so that the buzzer beeps at a faster rate and run the device. ബസർ ബീപ്പ് ചെയ്യുന്നതിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കോഡിൽ ആവശ്യമായ മാറ്റം വരുത്തി ഉപകരണം പ്രവർത്തിപ്പിക്കാം. ഇത്രയാണ് പറഞ്ഞത്. ബാക്കി സേവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ ഡയഗ്രാം നോക്കുക. ആ ഡയഗ്രത്തിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ഡയഗ്രാം ഇവിടെ കൊടുത്തത്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡിജിറ്റൽ പിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ തരാം. അങ്ങനെയാണെങ്കിൽ ആ ഡയഗ്രത്തിൽ എന്താണോ തന്നത് അതേപോലെ നിങ്ങൾ കണക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ബസർ മൊഡ്യൂള് വേണം, അതേപോലെ 3 ജമ്പർ വയർ വേണം, അതേപോലെ ആർഡിനോ യുനോ ബോർഡ് വേണം. ആർഡിനോ യുനോ ബോർഡിനെ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാനുള്ള USB കേബിളും കൂടി എടുക്കാൻ മറന്നു പോകരുത്. ഇത്രയും ഘടകങ്ങൾ, ഇത്രയും കമ്പോണൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, റെഡിയാക്കി വെക്കുക. അപ്പൊ ഞാനിവിടെ ആവശ്യമായുള്ള കമ്പോണൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആർഡിനോ യുനോ ബോർഡ് ഉണ്ട്, അതേപോലെ നമ്മുടെ USB കേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ബസർ മൊഡ്യൂൾ എടുത്ത് വെച്ചിട്ടുണ്ട്, 3 ജമ്പർ വയർ. ഞാൻ ഓൾറെഡി ബസർ മൊഡ്യൂളിൽ ഈ ഒരു ജമ്പർ വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. 3 ജമ്പർ വയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ VCC എന്ന് പറയുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇതാണ് നമ്മൾ 5 വോൾട്ടിൽ കണക്ട് ചെയ്യുക. VCC എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എടുക്കുന്ന ഈ ഒരു വയറാണ് നമ്മൾ എന്ത് ചെയ്യുക, 5 വോൾട്ടിൽ കണക്ട് ചെയ്യുക. IO ഉണ്ടല്ലോ, ഇൻപുട്ട് ഔട്ട്പുട്ട് നടുവിലുള്ളത്, ആ നടുവിലുള്ള ഈ ഒരു വയറാണ് നമ്മൾ, ഈ ഒരു ജമ്പർ വയറാണ് നമ്മൾ ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഡയഗ്രത്തിൽ പറയുന്നത് ഡിജിറ്റൽ പിൻ 8ൽ കണക്ട് ചെയ്യാനാണ്. അത് ഞാൻ ഡിജിറ്റൽ പിൻ 8ലാണ് കണക്ട് ചെയ്യുക. പിന്നെ ഗ്രൗണ്ടില്ലേ, ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആർഡിനോ ബോർഡിൻ്റെ അകത്തുള്ള ഗ്രൗണ്ടിലേക്ക് തന്നെ കണക്ട് ചെയ്യാം. ആ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ കണക്ട് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ ഡയഗ്രത്തിൽ എന്താണോ തന്നിട്ടുള്ളത് അത് അതേപോലെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ആർഡിനോ യുനോ ബോർഡിനെ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് USB കേബിൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കോഡിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ തന്നെ ആവശ്യമായുള്ള കോഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോഡ് അതേപോലെ നമുക്കൊന്ന് ചെയ്യാം. അപ്പൊ എന്ത് വേണം, പിക്ടോ ബ്ലോക്സ് ഓപ്പൺ ചെയ്യണം. താഴെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. P എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പിക്ടോ ബ്ലോക്സ് കിട്ടും. പിക്ടോ ബ്ലോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു എന്ന് ചോദിക്കും. എന്ത് ചെയ്യുക, ബ്ലോക്ക് കോഡിംഗ് എന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യുക. ബ്ലോക്ക് കോഡിംഗ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി നമ്മുടെ ആർഡിനോ യുനോ ബോർഡിനെ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ ബോർഡിലേക്ക് വരിക. നേരെ ബോർഡിലേക്ക് വരിക. നമ്മുടെ ബോർഡ് ഏത്, ആർഡിനോ ആണല്ലോ. അതുകൊണ്ട് ആർഡിനോ യുനോ എന്ന് പറയുന്ന ഈ ഒരു ബോർഡ് ചൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് വരിക. നമ്മുടെ ഡിവൈസ് നെയിം ഒക്കെ കാണാൻ പറ്റും. അതിൻ്റെ നേരെയുള്ള കണക്ട് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കണക്ഷൻ കറക്റ്റ് ആയിട്ട് അത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യം നോക്കുക, നമ്മളോട് ഏത് മോഡിലാണ് ചെയ്യാൻ പാടുള്ളതെന്ന് നോക്കുക. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൂചന സ്റ്റേജ് മോഡിൽ ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. യൂസ് ഹിന്റ് എന്ന് പറയുന്നത് യൂസ് സ്റ്റേജ് മോഡ്. സ്റ്റേജ് മോഡിലാണ് നമുക്കിത് ചെയ്യാനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, സ്റ്റേജ് മോഡിലാണെന്ന് ഉറപ്പ് വരുത്തുക. അപ്ലോഡ് ഫേംവെയർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോഡിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് നമുക്ക് വേണം. പലപ്പോഴും നമുക്ക് എടുക്കേണ്ട ഒരു ബ്ലോക്കാണ് അത്. ഇവന്റ്സ് എന്ന് പറയുന്ന ടേബിളാണ് ഉണ്ടാവുക. ഇവന്റ്സിലേക്ക് വരിക. ഇവന്റ്സിൽ നിന്ന് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ഇത് പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് ഇടാം. കുറച്ച് വലുതായിട്ട് കാണാൻ ഇവിടെ ഈ ഒരു പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വലുതായിട്ട് കാണാം. ഇനി നമുക്ക് ഫോർ എവർ യൂസ് ചെയ്യണം. ഫോർ എവർ ഉണ്ടാവുക കൺട്രോളിലാണ്. നേരെ കൺട്രോളിലേക്ക് വരിക. ഇപ്പം തന്നെ പഠിക്കുക, ഫോർ എവർ ഒക്കെ കൺട്രോളിലാണ് ഉണ്ടാവുക. അതൊക്കെ നമുക്ക് പല പ്രവർത്തനങ്ങളിലും ആവശ്യമുള്ളതാണ്. ഫോർ എവർ എടുക്കുക, ഇതിൻ്റെ താഴെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ വേണ്ടേ,
സെറ്റ് ഡിജിറ്റൽ പിൻ 8 ഔട്ട്പുട്ട് ആസ് ഹൈ. അപ്പൊ ഇത് വേണം. ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ആർഡുയിനോ യുനോ എന്ന് പറയുന്ന ടേബിളാണ്. നേരെ ഇവിടെ താഴെയായിട്ട് ആർഡുയിനോ യുനോ എന്ന് കാണാം, അതിലേക്ക് വരാം. ആർഡുയിനോ യുനോന്റെ അകത്ത് ഇവിടെ തന്നെ സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആസ് ഹൈ ആണ്. അതിനെ പിടിച്ച് വലിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇടാം. ഓക്കെ, അതിന്റെ ഉള്ളിലേക്ക് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് എന്താ? വെയിറ്റ് ആണ്. വെയിറ്റ് 1 സെക്കൻഡ്സ്. വെയിറ്റ് ഉണ്ടാവുന്നത് കൺട്രോളിലാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ വെയിറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. അതായത് നമുക്ക് പ്രാക്ടിക്കൽ വേഗത്തിൽ ചെയ്യാന്നുള്ളതാണ്. എന്ന് വെച്ച് വേഗത്തിൽ ചെയ്തിട്ട് തെറ്റിക്കരുത്. ഓക്കെ, വെയിറ്റ് ഞാനിങ്ങനെ പിടിച്ച് വലിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയിട്ട് ഇടും. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് ഇത് ക്ലോസ് ചെയ്താൽ മതി, പേടിക്കണ്ട. ഇനി ശ്രദ്ധിച്ചു നോക്കിയേ, ഈ 2 ബ്ലോക്ക് തന്നെ നമുക്ക് ഇനിയും വേണം. എന്ത് ചെയ്താൽ മതി? ഒന്നിക്കലും ഒന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് പിടിച്ച് വലിച്ചിടാം, അല്ലെങ്കിൽ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു 2 ബ്ലോക്കിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. അതിവിടെ താഴെ വെക്കുന്നു. ഇനി എന്താ വേണ്ടേ? സെറ്റ് ഡിജിറ്റൽ പിൻ 8. ഈ ഡിജിറ്റൽ പിൻ 8 ആക്കിയിട്ട് കൊടുക്കുക. ഇവിടെ ഹൈ ആക്കണം, അത് ഹൈയിൽ തന്നെയാണുള്ളത്. താഴെ ഡിജിറ്റൽ പിൻ 8 ലോ ആക്കുക. ഡിജിറ്റൽ പിൻ 8 ലോ. ഇവിടെ 1 സെക്കൻഡ്, ഇവിടെ 1 സെക്കൻഡ്. വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ ഫോർ എവർ ആയിട്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം, റിപ്പീറ്റ് ആയിട്ട്. അതുകൊണ്ട് ഫോർ എവർ ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് കൊടുത്തു. നടക്കേണ്ടത് എന്താ? സെറ്റ് ഡിജിറ്റൽ പിൻ 8. നമ്മുടെ ഡിജിറ്റൽ പിൻ 8ലേക്ക് എന്താ ഇപ്പം കണക്ട് ചെയ്തിട്ടുള്ളത്? ഡയഗ്രാം നോക്കുക, അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് നോക്കുക. നമ്മുടെ ബസർ മൊഡ്യൂളിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിജിറ്റൽ പിൻ 8ലേക്ക് കണക്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ ഡിജിറ്റൽ പിൻ 8ൽ കണക്ട് ചെയ്തിട്ടുള്ളതിന്റെ ഔട്ട്പുട്ട് ആസ് ഹൈ ആക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ബസർ മൊഡ്യൂളിന്റെ കാര്യത്തിൽ ഹൈ ആക്കി കഴിഞ്ഞാലാണ് ബസർ മൊഡ്യൂൾ മിണ്ടാണ്ട് നിൽക്കുക. ബസർ മൊഡ്യൂളിൽ സൗണ്ട് ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ ഇത് ലോ ആക്കി കൊടുത്താലാണ് എന്ത് സംഭവിക്കുക? ബസർ മൊഡ്യൂൾ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇത് മാറിപ്പോവരുത്. ബസർ മൊഡ്യൂളിൽ ഹൈ കൊടുത്താൽ ബസർ മൊഡ്യൂൾ മിണ്ടാതെ നിൽക്കും. ഔട്ട്പുട്ട് ആസ് സെറ്റ് ഡിജിറ്റൽ പിൻ 8 ഔട്ട്പുട്ട് ആസ് ഹൈ കൊടുത്താൽ മിണ്ടാതെ നിൽക്കും. ലോ കൊടുത്താലാണ് ബസർ മൊഡ്യൂളിൽ സൗണ്ട് ആക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ? 8 ഔട്ട്പുട്ട് ആസ് ഹൈ. അപ്പൊ ഡിജിറ്റൽ പിൻ 8ൽ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ബസർ മൊഡ്യൂൾ ആണ്. അതിന്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കണം, അതായത് മിണ്ടാതെ നിൽക്കണം. എത്ര സെക്കൻഡ് അത് അങ്ങനെ നിൽക്കണം? 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം 1 സെക്കൻഡിന് ശേഷം സെറ്റ് ഡിജിറ്റൽ പിൻ 8 ഔട്ട്പുട്ട് ആസ് ലോ. ആ ഡിജിറ്റൽ പിൻ 8ൽ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് ലോ ആക്കുക. ലോ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസർ മൊഡ്യൂളിന്റെ കാര്യത്തിൽ ബസർ മൊഡ്യൂൾ ബി സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. എത്ര സെക്കൻഡ് ബി സൗണ്ട് ഉണ്ടാക്കണം? വെയിറ്റ് 1 സെക്കൻഡ്. 1 സെക്കൻഡോളം അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കണം. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു റെഡ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ സ്റ്റോപ്പ് ആയിക്കോളും. അപ്പോൾ കൃത്യമായുള്ള 1 സെക്കൻഡ് ഇടവേളയിൽ കൃത്യമായിട്ട് ബീപ് 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 സൗണ്ട് ആവുന്നുണ്ട്. നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞത് എന്താ? ഓക്കെ, നമുക്കിപ്പോൾ തന്നിട്ടുള്ള കോഡ് അനുസരിച്ച് കൃത്യമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മോഡിഫൈ ദ കോഡ് സോ ദാറ്റ് ദ ബസർ ബീപ്സ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. വേഗത്തിൽ ബസർ ആ ഒരു സൗണ്ട് വേഗത്തിലാവുന്ന വിധത്തിലേക്ക് സെറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബീപ് സൗണ്ട് വേഗത വർദ്ധിക്കണം. എന്ത് ചെയ്താൽ മതി? ഇവിടെ 1 സെക്കൻഡ് കൊടുത്തത് കൊണ്ടല്ലേ 1 സെക്കൻഡ് അവിടെ ഒരു ഇന്റർവെൽ വരുന്നത്. അത് കുറച്ച് കൊടുത്താൽ പോരെ. വെയിറ്റ് ഞാനിവിടെ 0.2 കൊടുക്കുന്നു, താഴെയും 0.2 കൊടുക്കുന്നു, 0.2. അപ്പൊ അത്രയും കുറച്ച് ടൈം മാത്രമല്ലേ വെയിറ്റ് ചെയ്യൂ അല്ലേ? അപ്പൊ 2 സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു? അത് ബി സൗണ്ട് ആക്കുന്നതും സൗണ്ട് ആക്കാണ്ട് നിൽക്കുന്നതിന്റെയും ആ ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 0.2 ആക്കി കൊടുത്തു. ഡയറക്റ്റ് അവിടെ ടൈപ്പ് ചെയ്താൽ മതി. ക്ലിയർ? ഇനി നമുക്കൊന്ന് ഇത് റൺ ചെയ്ത് നോക്കാം. ഈ ഒരു ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ മതി. ഗോ എന്നാണ് പറയുക, അത് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? കറക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്തല്ലോ. അതിന്റെ സ്പീഡ് കൂടിയല്ലോ, ബീപ്പിന്റെ ആ ഒരു റേറ്റ് കൂടിയല്ലോ. ഇത്രയല്ലേ നമ്മളോട് ചെയ്യാൻ പറ്റുള്ളൂ. പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാ സേവ് ചെയ്യേണ്ടേ? മാറ്റം വരുത്തിയ പ്രോഗ്രാം exam10 പ്രോഡക്ട്സ് ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _beep.sb3 എന്ന ഫയൽ എന്നൊരു പേര് കൊടുത്തിട്ട് ഇത് സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേപോലെ നമുക്ക് സേവ് ചെയ്യാം. സേവ് ദ മോഡിഫൈഡ് പ്രോഗ്രാം ഇൻ ദ exam10 പ്രോഡക്ട്സ് ഫോൾഡർ. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ സേവ് ഓർ സേവ് ആസ് കൊടുക്കാം. നമ്മൾ തന്നെ പിക്ടോ ബ്ലോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മളായിട്ട് ഇവിടെ കോഡൊക്കെ ചെയ്തതാണ്.
സേവ് അല്ലെങ്കിൽ സേവ് ആസ് കൊടുത്താൽ മതി. ഞാനിവിടെ സേവ് ആസ് കൊടുക്കുന്നു. ഹോമിലേക്ക് വരുന്നു. ഹോമിൽ എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡർ ഉണ്ട്, അതിലേക്ക് വരിക. മൈ പ്രൊജക്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പേര് മാറ്റി കൊടുക്കുക. രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുന്നു. അണ്ടർസ്കോർ എങ്ങനെ ഇടാന്ന് അറിയാലോ, കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അണ്ടർസ്കോറിന്റെ കീ പ്രസ് ചെയ്താൽ മതി. അപ്പൊ അണ്ടർസ്കോർ വന്നോളും. ഇനി നമുക്ക് ബീപ്പ് എന്ന പേര് കൊടുക്കാം. എന്താണോ പേര് കൊടുക്കാൻ പറഞ്ഞത് ആ പേര് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സേവ് പ്രൊജക്ട് സേവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. സോ പരിപാടി കഴിഞ്ഞു. ഈ ഒരു ചോദ്യം നോക്കാം. കീബോർഡിലെ അപ്പ് ഏറോ കീ അമർത്തുമ്പോൾ തുറക്കുകയും ഡൗൺ ഏറോ കീ അമർത്തുമ്പോൾ അടക്കുകയും ചെയ്യുന്ന ഒരു ടോൾ ബൂത്ത് ഗേറ്റ് മാതൃകയുടെ സർക്യൂട്ട് ഡയഗ്രമും പിക്ടോബ്ലോക്സ് കോഡും താഴെ നൽകിയിരിക്കുന്നു. എന്നാൽ ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ ഗേറ്റ് പൂർണ്ണമായും തുറക്കുന്നില്ല. Below is the circuit diagram and pictoblocks code for a model of a toll booth gate that opens when the up arrow key on the keyboard is pressed and closes when the down arrow key is pressed. However, when this operated, the gate does not open completely. Clear അല്ലേ? അപ്പൊ അപ്പ് ഏറോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗേറ്റ് ഓപ്പൺ ചെയ്യണം, ഡൗൺ ഏറോ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഗേറ്റ് അടക്കണം. പക്ഷെ ഇവിടെ ഗേറ്റ് പൂർണ്ണമായിട്ടും തുറക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിക്കുക. നൽകിയിരിക്കുന്ന കോഡ് പിക്ടോബ്ലോക്സിൽ തയ്യാറാക്കി പ്രവർത്തിപ്പിക്കുക. ബിൽഡ് ദ സർക്യൂട്ട് യൂസിംഗ് ദ കമ്പോണന്റ്സ് ഗിവൺ ഇൻ ദ ഡയഗ്രാം. പ്രിപ്പയർ ആൻഡ് റൺ ദ ഗിവൺ കോഡ് ഇൻ പിക്ടോബ്ലോക്സ്. എന്നിട്ട് എന്താ വേണ്ടേ? ഗേറ്റ് പൂർണ്ണമായും തുറക്കുന്നതിന് ആവശ്യമായ മാറ്റങ്ങൾ കോഡിൽ വരുത്തി ഉപകരണം പ്രവർത്തിപ്പിക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം? നമ്മുടെ ഡയഗ്രാം നോക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സെയിം ഡയഗ്രാം ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ രീതിയിൽ അങ്ങ് കണക്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. ആർഡിനോ യുനോ ബോർഡ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. 3 ജമ്പർ വയർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ സെർവോ മോട്ടോർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ ആർഡിനോ യുനോ ബോർഡിനെ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാനുള്ള USB കേബിളും കൂടി എടുത്തു വെക്കുക. അപ്പൊ ഞാൻ കറക്റ്റ് ആവശ്യമായുള്ള എല്ലാ ഘടകങ്ങളും, എല്ലാ കമ്പണൻസും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ആർഡിനോ ബോർഡ് ഉണ്ട്, അതേപോലെ കണക്ട് ചെയ്യാൻ ആവശ്യമായുള്ള USB കേബിൾ എടുത്തു വെച്ചിട്ടുണ്ട്, A to B USB കേബിൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ സെർവോ മോട്ടോർ ഉണ്ട്. അതുകൂടാതെ ഈ ഒരു സെർവോ മോട്ടോറിനെ നമ്മുടെ ആർഡിനോ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ജമ്പർ വയറും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ജമ്പർ വയർ ഓൾറെഡി ഞാനിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെർവോ മോട്ടോറിൻ്റെ കാര്യത്തിൽ സെർവോ മോട്ടോറിലേക്ക് നിങ്ങൾ വരുമ്പം സെർവോ മോട്ടോറിൽ 3 വയറുണ്ട് അല്ലേ? ഇത് സെർവോ മോട്ടോറിൽ തന്നെ വരുന്ന, ഇതിൻ്റെ അകത്ത് തന്നെ വരുന്ന വയറാണ്. ഇതിൽ ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ശ്രദ്ധിക്കുക, ഓറഞ്ച് കൺട്രോൾ ലൈൻ ആണ്. ഓക്കെ, റെഡ് എന്ന് പറയുന്നത് VCC ആണ്, ബ്രൗൺ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. ബ്രൗൺ നേരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആർഡിനോ ബോർഡിലെ ഗ്രൗണ്ടിൽ കൊടുക്കുക. നടുവിൽ കാണുന്ന VCC അതാണ് റെഡ്, അത് നമ്മൾ എന്ത് ചെയ്യണം? 5 വോൾട്ടിലേക്ക് കൊടുക്കുക. ഓക്കെ, പിന്നെ ഈ കാണുന്ന കൺട്രോൾ ഉണ്ടല്ലോ, അതായത് ഈ ഓറഞ്ച്, അതാണ് നമ്മുടെ ഡിജിറ്റൽ പിന്നിൽ കണക്ട് ചെയ്യുക. കാരണം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സെർവോ മോട്ടോറിനെ കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കൺട്രോൾ ലൈൻ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഡിജിറ്റൽ പിന്നിലാണ്. സെർവോ മോട്ടോറിൻ്റെ കൺട്രോൾ ലൈനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഡിജിറ്റൽ പിന്നിലായിരിക്കില്ല. ഡിജിറ്റൽ പിന്നിൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പിന്നിലായിരിക്കും കണക്ട് ചെയ്യുക. ആർഡിനോ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഡിജിറ്റൽ പിൻ 0 to 13 ചില പിന്നിൻ്റെ നേരെ ഒരു ടിൽഡ് സിമ്പിൾ കാണാം. ഈ ടിൽഡ് സിമ്പിൾ ഉള്ളതാണ് PWM പിൻ അഥവാ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പിൻ. അതിലേതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ സെർവോ മോട്ടോറിൻ്റെ കൺട്രോൾ ലൈന് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ചിത്രത്തിൽ അത്തരത്തിലുള്ള ഡിജിറ്റൽ പിൻ 3 കണക്ട് ചെയ്തത്. ഡിജിറ്റൽ പിൻ 3 എന്ന് പറയുന്നത് ഒരു PWM പിന്നാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയഗ്രത്തിൽ എന്താണുള്ളത്? ഡയഗ്രത്തിൽ ഉള്ളതുപോലെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു USB കേബിൾ ഉണ്ടല്ലോ, A to B USB കേബിൾ, അത് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി കോഡ് ഇവിടെ തന്നിട്ടുണ്ട്, അത് അതേപോലെ ചെയ്താൽ മതി. പിക്ടോബ്ലോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. P എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പിക്ടോബ്ലോക്സ് വരുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, പിക്ടോബ്ലോക്സ് ഓപ്പൺ ആവും. പിക്ടോബ്ലോക്സിൽ ആദ്യം തന്നെ ബ്ലോക്ക് കോഡിംഗ് എന്ന സെക്ഷൻ ഉണ്ട്, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം? നേരെ നമ്മൾ മെനു ബാറിൽ ബോർഡിലേക്ക് വരിക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരെ ആദ്യം തന്നെ നമ്മൾ ആർഡിനോ ബോർഡ് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ബോർഡിലേക്ക് വരിക. ആർഡിനോ യുനോ എന്ന് പറയുന്ന ഈ ഒരു ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ബോർഡ് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് USB കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ കാണാൻ പറ്റും. ഡിവൈസ് നെയിമൊക്കെ കറക്റ്റ് കാണാം. ഇതിന് നേരെ കണക്റ്റ് ഉണ്ട്. ഈ ഒരു കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾ ആർഡിനോ ബോർഡ് നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം കണക്ട് ചെയ്യുക. എന്നിട്ടൊന്ന് റീഫ്രഷ് കൊടുത്താൽ മതി. റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ കണക്ട് ചെയ്തത് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് കണക്ട് ക്ലിക്ക് ചെയ്യുക.
ഓക്കെ, അപ്പൊ കറക്റ്റ് അത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മളോട് പറഞ്ഞത് ഏത് മോഡിൽ ചെയ്യാനാ? നമ്മുടെ ചോദ്യം നോക്കുക. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹിന്റിൽ കൊടുത്തിട്ടുണ്ട് യൂസ് സ്റ്റേജ് മോഡ്. സ്റ്റേജ് മോഡിൽ ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് മുകളിൽ 2 മോഡ് ഉണ്ട്, സ്റ്റേജും അപ്ലോഡും. നമ്മളോട് പറഞ്ഞത് സ്റ്റേജ് മോഡിലാണ്, അതുകൊണ്ട് സ്റ്റേജ് മോഡ് തന്നെയല്ലേ ചൂസ് ആയിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അപ്ലോഡ് ഫേംവെയർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നമ്മുടെ സ്റ്റേജ് മോഡിലാണ്, സ്റ്റേജ് മോഡിലായതുകൊണ്ട് തന്നെ അപ്ലോഡ് ഫേംവെയർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അപ്ലോഡഡ് സക്സസ്ഫുള്ളി. നമ്മൾ ആ ഒരു ഫേംവെയർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോഡിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ട എന്താ? വെൻ അപ്പ് ഏറോ കീ പ്രസ്ഡ്. ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നത് ഇവന്റ്സിലാണ്. ഇവന്റ്സിലേക്ക് വരിക. ഇവന്റ്സിൽ ഈ രണ്ടാമതായിട്ട് കാണാം വെൻ സ്പേസ് കീ പ്രസ്ഡ്. അത് നമുക്ക് മാറ്റാം. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിടുക. ഓക്കെ, ഇനി ഒന്ന് സൂം ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? സെറ്റ് സെർവോ ഓൺ 3 to 15 ആംഗിൾ. അപ്പോൾ സെർവോ മോട്ടോറിനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കൺട്രോൾ ചെയ്യാനുള്ള ഈ ഒരു ബ്ലോക്ക് ഒക്കെ ഉണ്ടാവുന്നത് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന ടാബിലാണ്. ആക്ച്വേറ്റേഴ്സ്, അതിലേക്ക് വരിക. ആക്ച്വേറ്റേഴ്സിൽ സെറ്റ് സെർവോ ഓൺ ഈ ബ്ലോക്ക് ഒക്കെ പല പ്രവർത്തനങ്ങളിലും നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഓർത്ത് വെക്കുക. ഈ ഒരു ബ്ലോക്ക് എന്ത് ചെയ്യുക? പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇടുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്താലും മതി. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താ? സെറ്റ് സെർവോ ഓൺ എന്നല്ലേ? അപ്പൊ അത് അതേപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. സെറ്റ് സെർവോ അങ്ങനെ അടിക്കുമ്പോൾ തന്നെ ആ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇതിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഈ 2 സെയിം ബ്ലോക്ക് തന്നെ ഒന്നുകൂടി നമുക്ക് വേണം. ഒന്നുകിൽ ഇവിടെ ഇങ്ങനെ പിടിച്ച് വലിച്ചിടാം, അല്ലെങ്കിൽ ഓൾറെഡി എടുത്തു വെച്ചതുകൊണ്ട് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക, ഇവിടെ താഴെ വെക്കുന്നു. ക്ലിയർ? ഇനി നമുക്ക് അപ്പേറോ പ്രസ് ചെയ്യണം. അപ്പോൾ സ്പേസ് മാറ്റിയിട്ട് അപ്പേറോ ആക്കി കൊടുക്കുക. സെറ്റ് സെർവോ ഓൺ 3 to 15. സെറ്റ് സെർവോ ഓൺ 3 കൊടുക്കുക. 30 എന്നത് മാറ്റിയിട്ട് 15 ആക്കാം. 15. ഒന്നിക്കൽ ഇങ്ങനെ ഇതിങ്ങനെ വലിച്ചിട്ട് നിങ്ങൾക്ക് ആക്കാം, അല്ലെങ്കിൽ ഇവിടെ 15 എന്ന് ടൈപ്പ് ചെയ്തിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്താലും മതി. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ടൈപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം? ഇവിടെ താഴെയും സ്പേസ് മാറ്റിയിട്ട് ഡൗൺ ഏറോ കൊടുക്കുക. സെറ്റ് സെർവോ ഓൺ 3 to 0 ആക്കുക. സെറ്റ് സെർവോ ഓൺ 3 to 0. ഓക്കെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുതരാം. വെൻ അപ്പേറോ കീ പ്രസ്ഡ്, നമ്മുടെ കീബോർഡിലെ അപ്പേറോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് സെർവോ ഓൺ 3, നമ്മുടെ സെർവോ മോട്ടോർ നമ്മൾ ആർഡിനോ ബോർഡിലെ 3 എന്ന ഡിജിറ്റൽ പിന്നിലാണ് കണക്ട് ചെയ്തത്. അതൊരു പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പിന്നാണ്. ആ ഒരു പിന്നിൽ കണക്ട് ചെയ്യുന്ന നമ്മുടെ സെർവോ മോട്ടോർ 15 ഡിഗ്രി ആംഗിളിലേക്ക് തിരിയണം, റൊട്ടേറ്റ് ചെയ്യണം. എന്നാൽ ഡൗൺ ഏറോ പ്രസ് ചെയ്യുമ്പോൾ വെൻ ഡൗൺ ഏറോ കീ പ്രസ് ചെയ്യുമ്പോൾ സെറ്റ് സെർവോ ഓൺ 3, നമ്മുടെ 3യിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സെർവോ മോട്ടോർ 0 ഡിഗ്രിയിലേക്ക് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. എന്ത് ചെയ്താൽ മതി? വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നമ്മുടെ സർക്യൂട്ട് നോക്കുക. നമ്മുടെ കീബോർഡിന്റെ അകത്തുള്ള അപ്പേറോ കീ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് അപ്പേറോ കീ പ്രസ് ചെയ്യുന്നു. അപ്പൊ കണ്ടില്ലേ, ജസ്റ്റ് ഒരു 15 ഡിഗ്രി അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടുണ്ട്, റൊട്ടേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഡൗൺ ഏറോ കീ പ്രസ് ചെയ്യുന്നു. അപ്പൊ അത് 0 ഡിഗ്രി ആയി. ഒന്നുകൂടി അപ്പ് പ്രസ് ചെയ്യുന്നു, 15 ഡിഗ്രി. ഒന്നുകൂടി ഡൗൺ പ്രസ് ചെയ്യുന്നു, 0 ഡിഗ്രി. അതായത് നമ്മുടെ ഒരു ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് നമുക്കത് 90 ഡിഗ്രിയിലേക്കെങ്കിലും റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക? കോഡിലേക്ക് വരിക. അപ്പ് ഏറോ കീ പ്രസ് ചെയ്യുമ്പോൾ 15 ഡിഗ്രി മാറ്റിയിട്ട് 90 ആക്കുക. അപ്പൊ എന്താവും? 90 ഡിഗ്രിയിലേക്ക് അത് റൊട്ടേറ്റ് ആവും. ഡൗൺ ഏറോ കീയിൽ മാറ്റമൊന്നും വരുത്തണ്ട. ഡൗൺ ഏറോ കീ പ്രസ് ചെയ്യുമ്പോൾ 0ലേക്ക് പോകണം. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പം ഡൗൺ ഏറോ കീ പ്രസ് ചെയ്യുന്നു. ഡൗൺ ഏറോ കീ പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കാരണം എന്താ? നമ്മളത് നേരെ 0 ഡിഗ്രിയിലാണുള്ളത്, ഗേറ്റ് അടഞ്ഞിട്ടാണുള്ളത്. ഇനി ഞാൻ അപ്പ് ഏറോ കീ പ്രസ് ചെയ്യുമ്പോഴോ കണ്ടില്ലേ, 90 ഡിഗ്രിയിലേക്ക് അത് കറങ്ങി, അത് റൊട്ടേറ്റ് ആയി. ഇനി ഞാൻ ഡൗൺ ഏറോ കീ പ്രസ് ചെയ്യുമ്പോഴോ 0 ഡിഗ്രിയിലേക്ക് വന്നു, ഗേറ്റ് ക്ലോസ്ഡ്. ഒന്നുകൂടി ഞാൻ അപ്പ് ഏറോ കീ പ്രസ് ചെയ്യാണ്, 90 ഡിഗ്രിയിലേക്ക് പോയി, ഗേറ്റ് ഓപ്പൺ ആയി. ഞാനൊന്നത് ക്ലോസ് ചെയ്യുന്നു, അതായത് ഡൗൺ ഏറോ കീ പ്രസ് ചെയ്യുന്നു, 0 ഡിഗ്രിയിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞില്ലേ? അപ്പൊ ഗേറ്റ് പൂർണ്ണമായിട്ടും ഓപ്പൺ ആവുന്നുണ്ട്, ഗേറ്റ് പൂർണ്ണമായിട്ടും ക്ലോസ് ആവുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
നമ്മുടെ ഈ ഒരു പ്രവർത്തനം സേവ് ചെയ്ത് വെക്കാം. നമ്മുടെ പ്രോജക്റ്റ് സേവ് ചെയ്യാം. ഫയലിൽ ഞാനിവിടെ സേവ് ആസ് കൊടുക്കുന്നു. എന്നിട്ട് ഹോമിൻ്റെ അകത്തുള്ള എക്സാം 10 പ്രോഡക്ട്സ് എന്ന ഫോൾഡറിൽ പേര് കൊടുക്കുക. കൃത്യമായിട്ട് 1 2 3 4 5 6 നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ അത് കൊടുക്കുക. അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചോദ്യത്തിൽ എന്താണോ പേര് കൊടുക്കാൻ പറഞ്ഞത് ആ ഒരു പേര് കൊടുക്കുക. ഗേറ്റ് എന്ന പേരാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഗേറ്റ് എന്ന് കൊടുത്തു. ഓക്കെ. .sb3 എന്നത് നമ്മുടെ പിക്ടോബ്ലോക്സിന്റെ പ്രൊജക്ട് ഫയലിന്റെ എക്സ്റ്റൻഷൻ ആണ്. അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഞാനിവിടെ സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അത്രയേ ചെയ്യാനുള്ളൂ. ഇവിടെ പ്രൊജക്റ്റ് സേവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ ഈ ഒരു കാര്യവും നമ്മൾ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്.